ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നേരെ ഇങ്ങോട്ട് തൊഴിച്ചൂടില്ല. എന്താ ഇവിടെ കളിച്ചത്? വരും വരും വരും. ചായ വേണ്ടിയൊരു വരി. വെള്ളം ചേർക്കാൻ നല്ല ആട്ടിന്റെ പാലിന്റെ ചായ, നല്ല ഫ്രഷ് ചായ. ചായ വേണ്ടിയൊരു വരി. വരും വരും വരും. വേഗം ഇളക്കി നടക്കണോ? എന്തൊരു മയ്യത്തും ഉണ്ടോണ മാതിരി. ഇവിടെ കച്ചവടം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചന്തയിലേക്ക് പോകാൻ. എനിക്ക് ചായ എടുക്കട്ടെ? തിന്നാൻ എന്തൊക്കെയുണ്ട് മമ്മുക്ക? ഓർഡർ തന്നാലേ നല്ല കോഴി പൊരിച്ചും ചപ്പാത്തിയും തരാം, നല്ല ഫ്രഷ് ആയിട്ട്. എന്തേ അതിന് എപ്പോഴാ കിട്ടണത്? എടോ മാവ് കുഴച്ച് വെച്ചിക്കണ്, കോഴി തൂങ്ങി കിടക്കണ്. നിങ്ങൾ ഓർഡർ തരും. അതൊക്കെ ഇനി കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കാൻ സമയം കുറെ വേണ്ടേ മാമുക്ക? അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാനോ? ഇതില് ഫസ്റ്റ് ഒരു കഥയുണ്ട്. ഇത് വായിച്ച് കഴിയുമ്പോഴേക്ക് കോഴി പൊരിച്ചും ചപ്പാത്തിയും റെഡി. ചെന്തിന് വീണ ബാപ്പ പരപ്പുറത്ത്. എവിടെ എവിടെ? പരപ്പുറത്തിടോ. ബാപ്പ നിസ്കരിക്കാൻ വേണ്ടി കയ്യും കാലും കയറിയാൽ കെന്റിന്റെ അടുത്തേക്ക് പോയി. കാല് വെച്ച് കെന്റിന്റെ അകത്തേക്ക് ബ്ലും, അതവിടെ കിടക്കുന്നു. ഒച്ചയും വിളിയൊക്കെ കേട്ട് ആളുകൾ ഓടി വന്നപ്പോ ബാപ്പ പരപ്പുറത്തിടോ. എന്റെ ദൈവമേ, അതെന്തൊരു സൂത്രം! ഇംഗ്ലീഷ് സൂത്രവും മൂത്രവും തെരഞ്ഞെടുക്കണ്ട. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അറിവില്ല ഞമ്മക്ക് ഈ ദുനിയാവിൽ കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഇത് വായിച്ചു കുറച്ച് അറിവുണ്ടാക്കി. എന്നാ ഇത് ഫ്രീ ആണോ? അല്ലോ, ഫ്രീയോ? അന്റെ മോളെ നമ്മൾ കെട്ടിക്കണേ ഫ്രീ ആരെ? എടോ, 1.75 കമ്പനി വില. അതിൽ 5 പൈസ നമ്മളെ കമ്മീഷൻ. അത് നമ്മൾ വിട്ടിക്കണേ. കഴിച്ച് 1.70 കൊടുത്താ ഒന്ന് വായിച്ചു നോക്ക്. നോക്കണോ? മാറാം. ഏതായാലും അതവിടെ തൂക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് ചൂടുള്ള ഓരോ ചായയും ബന്നുന്താ. അപ്പം കോഴി ഇറച്ചി ചപ്പാത്തിയും വേണ്ട? അതിനൊക്കെ വേറെ ആള് വരും മമ്മുക്ക. ഞങ്ങൾക്ക് ചായയും പണ്ണുന്താ. തര മമ്മുക്ക. ആട്ടിന്റെ പീഞ്ഞോട്ടെ ബാപ്പ. ആ പിന്നെ മോളെ ഞാൻ കൂടുണ്ടല്ലോ. ആ എന്തേ മുതലാളി? എടോ, ഓ സാറ് എന്തോ ഇത് കൊള്ളാല്ലാടോ. മുതലാളി വന്നേ. ദിവസം എന്ത് വിറ്റുവിരിവുണ്ടാകും? അതോ ഞമ്മളെ പള്ളക്കടിക്കല്ലേ മുതലാളി കേട്ടോ. ഇതിന് വലിയ കച്ചവടമൊന്നും കിട്ടൂലെന്ന്. രാവിലെ തൊട്ടിട്ട് മോന്തി വരെ ഈ ദുനിയാവ് മുഴുവൻ തള്ളിക്കൊണ്ട് നടന്നാല് എന്തെങ്കിലും 4.75 ഇതിൽ കിട്ടൂ. ഇപ്പൊ ആണെങ്കിൽ ഇതിലൊന്നും കിട്ടുന്നുമില്ല. നിങ്ങളിത് കണ്ടിട്ട് അവിടെ പോയി മാതിരി 10 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ ഞമ്മളെ പള്ള പട്ടിനായി പോവും. ഒന്ന് പറഞ്ഞു പിടിച്ച് സായിപ്പേ കൂടി ശരി. ഇപ്പൊ അവൻ പറഞ്ഞ നേരെ അല്ല തിന്നോളി. റഹ്മാനായ തമ്പുരാനെ നീ കാത്ത്. മുന്തിയ സാധനാണ്. അബൂജായിൽ കടപ്പുറത്തിറങ്ങി പോയി. ഭയങ്കര പുള്ളി തന്നെ. 5 പൈസ ആദായം കിട്ടുമെന്ന് കണ്ട കൊച്ചുവാ മുതലാളി വിടില്ല. അങ്ങനെയല്ലേ ഇക്കണ്ട പൈസ മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കൊച്ചുവാ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? കോടീശ്വരന്റെ കോടീശ്വരൻ കണ്ടാ തോന്നൂ. സ്വത്ത് സമ്പാദിക്കണമെന്ന് വാശി കയറിയിട്ട് പിന്നെ ചെയ്യാത്തൊന്നും ഇല്ലെന്ന ആളുകൾ പറയുന്നത്. എന്തെല്ലാം കഥകളാണ്. ആളുകൾ കഥകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെന്ന്. മൂപ്പരെ ബാപ്പാനെ വെട്ടിക്കൊന്ന കോവിലകം വരെ വിലക്ക് വാങ്ങിച്ച ആളാണ്. ആ കോവിലകത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഭേദം. ആരാത്? രാഘവനല്ലേ? നിൽക്കൂ അവിടെ. അത്രയ്ക്ക് ധിക്കാരം കൊള്ളില്ലല്ലോ. നീ എന്താ കളിക്കുന്നോ? എന്താ നീ ധരിച്ചു വെച്ചിരിക്കണേ? മനുഷ്യനെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചതിക്കേ. എത്ര പ്രാവശ്യാന്ന് വെച്ചിട്ടാ ചതിക്കുക? അഹങ്കാരത്തിന് ഒരു അതിരില്ലേ? നീ ആരാ? സാക്ഷാൽ വടിവേലോ? തനിക്കിത് എന്തിന്റെ കേടാ? താനോ? പിന്നെ ആരാ? ആനയോ? അത്രയ്ക്ക് അങ്ങനെ വേണോ രാഘവ? എന്നെ വിളിച്ച എന്തിനാണെന്ന് പറ. എനിക്കങ്ങ് പോണം. പോലത്തെ തെങ്ങ് കയറാൻ വരാന്ന് പറഞ്ഞിട്ട്. എവിടെ കയറാനാ? ആകെ 5-8 പത്ത് തെങ്ങുണ്ട്. മാസത്തെ എത്ര പ്രാവശ്യം കയറണം? കേറാൻ വേറെ തെങ്ങില്ല രാഘവ. ആവശ്യമൊട്ട് തീരുന്നില്ല. അതെ, തെങ്ങിനോട് പറഞ്ഞാ മതി. എന്നോട് പറഞ്ഞിട്ട് എന്താ പുണ്യം? ആണ്ടില് 365 ദിവസം കയറിയാലും ഓലോത്ത് തെങ്ങ് കയറി തീരില്ലായിരുന്നു. അതൊക്കെ പണ്ട്. വാസ്തവം. അശ്രീകരം. മുറ്റമടിക്കണ ചൂലുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കണ കണ്ടില്ലേ? ഞാൻ ഒളിച്ചു പിടിച്ചതല്ലേ. മൂട്ടിപ്പുറകെ വന്നിട്ട് എന്തിനാ നോക്കാൻ പോയത്? ഒളിച്ചു പിടിക്കണു. മുറ്റമടിക്കാൻ വരണ നേരം ഉച്ചയായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. എന്ത് തന്നിട്ടാ? ഞാൻ പണ്ടേ ചെയ്യുന്ന ഒരു ജോലി.
അത് മരിക്കണ വരെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്ന് വെച്ച് ശകാരിക്കാനൊന്നും വരണ്ടാട്ടോ. നാണിയമ്മ ആരോടാ വഴക്ക്? മുറ്റം അടിക്കാൻ വരണത് ഇപ്പോഴാണോ എന്ന് രാമൻ നായർ ഒന്ന് ചോദിച്ചു പോയി. അതൊരു തെറ്റാണോ കൊച്ചമ്പ്രാട്ടിയെ? തെറ്റ് തന്നെയാ. വല്ലതും കൊടുത്തിട്ടാണോ ദിവസവും വന്നിങ്ങനെ അടിച്ചു വരണത്? ഒരു മുജ്ജന്മ വാസന കൊണ്ട് ഇത് ചെയ്യണമെന്നാ നാണിയമ്മ പറയണത്. രാമൻ നായർക്ക് ഇതെല്ലാം അറിയാൻ കൊച്ചമ്പ്രാട്ടിയെ. ആ രാഘവനോട് തെങ്ങ് കയറാൻ പറഞ്ഞപ്പോ അവൻ നിഷേധം പറഞ്ഞു. ആ വിഷമത്തിന് നടന്നു വരുമ്പോഴേക്കും നാണിയമ്മ ഒന്ന് മുന്നിപ്പെട്ടു. അതാ സംഭവം. എന്തിനാ രാഘവനോട് പറയാൻ പോയത്? കഴിഞ്ഞ ദിവസം എന്നെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു വിരുദ്ധൻ. കൊച്ചമ്പ്രാട്ടിയെ ചുറ്റിച്ചുവോ? രാഘവനോ? പിന്നെ അല്ലാണ്ട് ആരാ? 5-6 അടയ്ക്ക നല്ലോണം പഴുത്തു കിടന്നു. കമുകിലേ അതൊന്ന് പറിച്ചു തന്നോളൂ രാഘവാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അത്രയും വലിയ കമുകി കേറാൻ പറ്റില്ല അത്രേ. പിന്നെ എങ്ങനെയാ പറിക്കാൻ ചോദിച്ചപ്പോ പറയാ, താഴെ നിന്ന് നല്ലോണം കൊതിച്ചാ അടയ്ക്ക താനെ താഴെ വരൂ അത്രേ. അത് പറഞ്ഞിട്ട് രാഘവൻ പോയി. ഞാൻ കൊതിച്ചു രാമൻ നായരെ, നല്ലോണം കൊതിച്ചു നോക്കി. അടയ്ക്ക വീണില്ല. എന്താ അത്? കൊതിച്ച വീഴില്ലേ? ദുഷ്ടൻ. ഈ പാവം കൊച്ചമ്പ്രാട്ടിയെ പരിഹസിച്ച് അവന് ദൈവം കൊടുത്തോളൂ. അത് പോട്ടെ, ഇന്ന് അച്ഛമ്മങ്ങൾക്ക് കഷായത്തിനുള്ള മരുന്ന് വാങ്ങേണ്ട ദിവസമല്ലേ? കുറിപ്പടി മടിയിലുണ്ട്. പക്ഷേങ്കില് മരുന്ന് കടയില് എല്ലാം കൂടി കൊടുത്തോളാന്ന് പറഞ്ഞോളൂ രാമൻ നായരെ. ശരി, പറഞ്ഞു നോക്കാം.